എന്താകുമ്പോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ഉണ്ടാക്ക്. സൈഡാക്ക്. നീ അവിടെ കക്കൂസ് മാലിന്യം തട്ടിയില്ലേ? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. നീ എന്തിനാ കക്കൂസ് മാലിന്യം തട്ടുന്നത്? ഇതെല്ലാരും കണ്ടോളി. ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് ഈ ആലപ്പുഴ റോഡ് സൈഡിൽ വന്നിട്ട് മാലിന്യം ഇടുന്നുണ്ട്. ഇതാ വണ്ടി നമ്പർ ഇതാക്കണേ, എടുത്തോളി. ആലപ്പുഴ അതാ കണ്ടോളി. ഇതാ വണ്ടി കുത്തിക്കാൻ നോക്കുന്നു. ഇതാ കണ്ടോളി സാറേ. ഇതാ ഇവരെന്നെയാണ് സാറേ. ഒന്ന് കാണട്ടെ ഞാൻ കാണട്ടെ. അതിനെ ഞാൻ നോക്കട്ടെ ഞാൻ പറയും. സാറേ ഇതൊന്നായിട്ട് പൊളിക്കണതാ. ഒന്നായിരം പൊളിക്കണ്. ഇതാ വരന്നെ നിങ്ങളെ ഗുണ്ടായുസം കാണിക്ക. അതന്നെ ഗുണ്ടായുസം കാണിക്ക. ഇവരെന്നെ നിങ്ങൾ ആ വക ഞാൻ എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും. വീഡിയോ എടുക്കും ഞാൻ ഇനി എടുക്കും വീഡിയോ. ഇവരെന്നെയാണ്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച മാഫിയ സംഘങ്ങൾ കൊടും കുറ്റവാളികളാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. മാർച്ച് 30-ന് മലപ്പുറം സ്വദേശി ഹനീഫയെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പാതിരപ്പള്ളിയിൽ സമാനമായി കക്കൂസ് മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്തതിനാണ് ശരത്തും വിവേകും കൈനകരിയിൽ വെച്ച് ലോറി പിന്നോട്ടെടുത്ത് ഹനീഫയെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ നിന്നും തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഹനീഫ ന്യൂസ് 18നോട് പറഞ്ഞു. എത്രയോ ആളുകളെ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവും. ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കാണ്. അത്ര 30-ാം തീയതി ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 12 വീലാണ്, ആൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ്. ഞാൻ നെല്ലെടുക്കാൻ വേണ്ടിയാണ് ഇവർക്ക് നെടുമുടിയിലേക്ക് നെല്ലെടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തിയാണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുലർച്ചെ ഏകദേശം 4:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 4:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവര് ഈ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചു. നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? നീ ആരാ ഫോട്ടോ എടുക്കാൻ? കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. അത്രയേറെ തെറികൾ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഇവര് ചവിട്ടി പൊളിക്കുകയും ചെയ്ത്. ഇതെന്റെ സേഫ്റ്റി ഗ്രില്ലാണ്, ഓരോ ലോറിക്കാർക്കും ഉണ്ടാവുന്നത്. ഈ സേഫ്റ്റി ഗ്രില്ല് അവര് ചവിട്ടി പൊളിച്ച് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെന്നെ വണ്ടി അടിച്ചിട്ട് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്നെ വണ്ടിയായി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്, രക്ഷപ്പെട്ടു. എന്നതിന്റെ ശേഷം വീണ്ടും അവര് അവരുടെ ലോറി നിർത്തിയിട്ട് ലോറി നിർത്തി അവർ ഓടി വന്നിട്ട് എന്റെ ഈ ഗ്രില്ല് അടിച്ചു പൊളിച്ചാണ്ട് എന്താക്കി. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഞാൻ ഇന്നലെ കേസ് കൊടുത്തു, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി. ഇനി എനിക്ക് സാറന്മാരോട് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ മുമ്പ് ഇരകളായിട്ടുണ്ടോ നോക്കണം. ഇവര് ഒരുപാട് പേരെ ഉപദ്രവിച്ചു. കാരണം ഇവരോട് മറ്റുള്ള ആളുകൾ പരാതി കൊടുക്കാനുള്ള ഭയം മൂലം ഇവര് ഇതുപോലെ കൊല്ലും. കാരണം ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള തുടർ അന്വേഷണം നടത്തണം. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. ഇവരെ ഇതുപോലെ ആളുകൾ, കാരണം ഒരു മാഫിയ തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം ഇവരുടെ കാര്യങ്ങൾ അത്രമാത്രം. ഇവരുടെ കയ്യിലേറിന ഐഫോണല്ലേ. ജില്ലാ കളക്ടർ വരെ നെട്ടിക്കും. ജില്ലാ കളക്ടർക്ക് വരെ 1.5 ലക്ഷം രൂപേന്റെ ഫോണാ. കാരണം എടുക്കാലോ, ധൈര്യമായിട്ട് എടുക്കാലോ. കാരണം വെച്ചാൽ ഒരു ലോഡ് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ. ഇവിടുന്ന് എടുക്കുക, നേരെ അപ്പുറത്ത് 1/2 കിലോമീറ്റർ കൊണ്ടുപോയി അപ്പുറത്ത് നിന്ന് തട്ടുക, അടുത്തെടുക്കുക. ഒരു 4-5 ലോഡ് വൈകുന്നേരം പുലർച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്താണ്. ചൂട് കാലങ്ങളിൽ എല്ലാവരും നമ്മൾ ഉറങ്ങി കിടക്കുക. ആ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് ഇവരാണ് എടുക്കുന്നത്. 10,000 രൂപ, 50,000 രൂപ, 2,000 രൂപേന്റെ ഡീസലും ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആയി 48,000. ഇവർക്ക് ഐഫോണല്ല, ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മുതലാളികൾ വരെ വിലക്ക് വാക്കുക. ആ കോലത്തിലാണ് ഇവർ ചെയ്യുന്നത്.
ഹനീഫയുടെ പരാതിയിൽ നോർത്ത് പോലീസിന് പുറമെ ആലപ്പുഴ സൗത്ത് പോലീസും വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പാതിരപ്പള്ളിയിൽ വെച്ചും 2 യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ന്യൂസ് 18 പുറത്തുവിട്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഈ പാതിരപ്പള്ളിയിൽ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ന്യൂസ് 18 ശരണ്യ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നു. ദൃശ്യങ്ങളടക്കം, അതായത് ഈ അക്രമികൾ, മാഫിയ സംഘങ്ങൾ ഇതിനു മുൻപും നിരവധി പേരെ സമാനമായ രീതിയിൽ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹനീഫയെ കൂടാതെ കൂടുതൽ ആളുകൾ ഇവരുടെ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോമ, ഇതൊരു വലിയ മാഫിയ സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, ദേശീയപാതയോരത്തും ഓരോ പ്രധാന റോഡുകളിലും ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പോകുന്ന ആളുകളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇവർക്കെതിരെ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ പൊതുജനത്തിന് കഴിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂട്ടം കൂടി പോലും ഇവരെ തടയാൻ ശ്രമിച്ചാൽ ആ തടയുന്ന ആളുകളെ ഒന്നടങ്കം ആയുധങ്ങൾ ഉപയോഗിച്ച് വരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ജനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ ഇത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഗുണ്ടായിസം ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളോട് കൂടിയാണ് വ്യക്തമായി വരുന്നത്. അത് ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ആലപ്പുഴയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ ഇന്ന് കാണിച്ച വ്യക്തി മലപ്പുറം സ്വദേശിയായ ഹനീഫയാണ്. അദ്ദേഹം നെല്ല് സംഭരണത്തിനായി നെല്ല് സംഭരിക്കാനാണ് ലോറിയുമായി കുട്ടനാട്ടിലെത്തുന്നത്. നോമ്പുകാലമായതുകൊണ്ട് തന്നെ പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് ഈ രീതിയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ടത്. ഈ ഹനീഫ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ്. സാധാരണക്കാരാണെങ്കിൽ ഭയന്നു പോകും, കാരണം പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഹനീഫ ഇവരോട് ചോദിച്ചു, ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത് എന്തിനെന്നുള്ള ചോദ്യം ഹനീഫ ഉന്നയിച്ചപ്പോൾ ഇവർ വിചാരിച്ചത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ശരത്തും വിവേകും, കണ്ണെന്ന് വിളിക്കുന്ന ശരത്തും വിവേകും രണ്ടും തണ്ണീർമുക്കം സ്വദേശികളാണ്. ഇവർ വിചാരിച്ചത് ഹനീഫയും ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് ഇവർ വണ്ടി കൊണ്ട് ചവിട്ടി ഹനീഫയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണി ഒരു പരിധി കൂടെ കഴിഞ്ഞ് തെറിവിളി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് ഹനീഫയുടെ ചിത്രം ഇവർ പകർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉറപ്പായും ഹനീഫയെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കയ്യിലിരുന്ന മൊബൈൽ എടുത്ത ആ ചിത്രം, ഹനീഫയുടെ ചിത്രം ഈ ശരത്ത് പകർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം പുറത്തേക്ക് ഇതൊരു വലിയ വാക്തർക്കത്തിലേക്ക് പോവുകയും ഹനീഫ അത്യാവശ്യം ധൈര്യശാലിയായ ഒരാളാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങി ഇവരോട് സംസാരിച്ച് അപ്പോഴാണ് ഹനീഫ തന്റെ മൊബൈൽ ഓൺ ചെയ്ത് വണ്ടി നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ലോറി, അതായത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പാതിരപ്പള്ളിയിൽ ES ജംഗ്ഷന് സമീപം 2 യുവാക്കളെ ഇടിച്ചു വീഴ്ത്തിയ അതേ വാഹനം തിരിച്ച് റിവേഴ്സ് വന്ന് ഹനീഫയെ ഇടിച്ചു വീഴ്ത്താനായി ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഹനീഫ ആ വീഡിയോയിൽ തന്നെ ഹനീഫ മാറുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ തന്നെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പുറകെ മറ്റു വാഹനങ്ങൾ AC റോഡ് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം പിന്നീട് മുന്നിലേക്ക് എടുത്ത് കൊണ്ടുപോകുന്നതും മുന്നിൽ ചെന്ന് പാർക്ക് ചെയ്ത ശേഷം വീണ്ടും ഇറങ്ങി വന്ന് ഹനീഫയെ കൈകാര്യം ചെയ്യുന്നതും ഹനീഫയുടെ വണ്ടി അടക്കം വലിച്ച് ആ ഷട്ടറുകളടക്കം ഇവർ പൊളിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. കൃത്യമായി ജനങ്ങളെ ഭീതിപ്പെടുത്തി ഇത്രയും അധാർമികമായ പ്രവർത്തനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, അതിനെ ഒരു ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് അവർ അതിനെ കൈകാര്യം ചെയ്യുന്നു, ജനങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന 2 സംഭവങ്ങൾ. ആദ്യത്തെ സംഭവത്തിൽ ഇരയാക്കപ്പെട്ടത് ജോലിക്ക് പോകുന്ന വഴിക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഈ ദൃശ്യങ്ങൾ വാഹനം പോലും നിർത്താതെ തങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് അടിക്കുന്നത് കണ്ട് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച 2 ചെറുപ്പക്കാരാണ് ഇവിടെ 1.5 കിലോമീറ്ററോളം വാഹനത്തിൽ ചേസ് ചെയ്യപ്പെട്ട് അവരെ ദേശീയപാതയോരത്ത് ഇടിച്ചിട്ടത്. പുലർച്ചെ 5:40-നാണ് ഈ അജിത്തും ഒപ്പം തന്നെ സോജുവും ഇത്തരം ഒരു വലിയ ആക്രമണത്തിന് വിധേയരാകുകയും അവർ ദേശീയപാതയ്ക്ക് നടുവിലേക്കാണ് ഇടിയേറ്റ് വീഴുകയും ചെയ്തിട്ടുള്ളത്. ദേഹമാസകലം ഈ 2 ചെറുപ്പക്കാരുടെയും ദേഹമാസകലം മുറിവുണ്ട്. മാത്രമല്ല പുറകെ വന്നിരുന്ന വാഹനം കയറി എന്തും സംഭവിക്കാവുന്ന രീതിയിൽ, അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് ഇവർ വന്ന് ഈ ലോറി ഇടിച്ചിട്ട് പോയത്. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ഗൗരവത്തോടെ ഈ ആദ്യത്തെ വിഷയത്തെ നോക്കിക്കണ്ടു. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കം കർശന നിർദ്ദേശം നൽകി ആദ്യ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോർത്ത് പോലീസ് CA സുമേഷ് നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.
ഇവരുടെ ദൃശ്യങ്ങളും കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടി കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാർച്ച് 30 ദൃശ്യങ്ങൾ കണ്ട ഹനീഫ കൈനഗിരിയിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന സംഭവമാണ്. മലപ്പുറംകാരനായ ഇദ്ദേഹം ഇത്തരത്തിൽ ഈ സംഭവത്തിനകത്ത് ഇരയാക്കപ്പെടുകയും അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരുമാതിരി ധൈര്യമില്ലാത്ത ആരെയാണെങ്കിലും ഇവർ കൈകാര്യം ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ഈ പാതിരപ്പള്ളിയിൽ തന്നെ പാതിരപ്പള്ളി മണ്ടിനോട് സമീപം ചേർന്ന് തന്നെ ഇവർ മാലിന്യം അടിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ആ തൊട്ടടുത്തുള്ള കടയിലുള്ള ആൾ പറയുന്നത് ഞാനിത് ചോദിക്കാൻ ചെന്നപ്പോൾ 2 പേരുടെ കയ്യിലും വടിവാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവർ ഈ കക്കൂസ് മാലിന്യം ഇരുട്ടിന്റെ മറവിൽ കൊണ്ട് തള്ളുമ്പോൾ ആയുധങ്ങളടക്കം ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ്. അതായത് ഒരു നിയമ സംവിധാനമുള്ള നാട്ടിൽ പൊതുജനങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്ത് ഗുണ്ടാ ആക്ടിവിറ്റികളിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ? കാരണം സാധാരണ രീതിയിൽ ഒരു മാഫിയ സംഘമാണെങ്കിൽ ഇതേ രീതിയിൽ മാരകായുധങ്ങൾ, വടിവാൾ പോലെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ കരുതാറില്ല. ഇവരുടെ പിന്നിൽ ആരാണ്? ഈ 2 പേരടങ്ങുന്നതായിരിക്കില്ലല്ലോ ഈ സംഘം. ഇവർക്ക് പിന്നിൽ ഒരു വലിയ ഉന്നതരാരെങ്കിലും ഉണ്ടോ? ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇത്തരം കാര്യങ്ങളും പുറത്തു വരണം. അതോടൊപ്പം അറിയേണ്ടത് ഈ ഹനീഫ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്താനുള്ള കാരണം, നമ്മൾ ഇന്നലെ ഈ പാതിരപ്പള്ളി 2 യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഹനീഫയും ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്? തീർച്ചയായിട്ടും ഹനീഫ നമ്മളുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, നമ്മളുടെ വാർത്തകൾ കണ്ടിരുന്നു. ഹനീഫ നമ്മളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പോലീസ് ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യാനായി ഹനീഫയുടെ ചില ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിനകത്ത് ആളോ അത്തരത്തിൽ തിരിച്ചറിയുകയൊന്നുമില്ല. ഈ വാഹനം ഇതാണോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ നടത്തിയ തുടരന്വേഷണത്തിലും ഹനീഫ പാണ്ടിക്കാട് സ്വദേശിയാണ്, മലപ്പുറംകാരനായ പാണ്ടിക്കാട് സ്വദേശിയാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹവുമായി നമ്മൾ ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ ഒരു സംഭവം. ഹനീഫ നമ്മൾക്കും ഈ ദൃശ്യങ്ങൾ അയച്ചു വന്നു. എനിക്ക് ഉണ്ടായ അനുഭവം ഇതാണ്, ആ ചെറുപ്പക്കാർ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നാണ് ഹനീഫ നമ്മളോട് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം നമുക്ക് ഈ ദൃശ്യങ്ങളും അയച്ചു തരികയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. തുടർന്നാണ് ഇന്നലെ വൈകിട്ട് സൗത്ത് പോലീസ്, അതായത് ആദ്യ കേസ്, ഈ 2 ചെറുപ്പക്കാരെ 25ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ നടു റോട്ടിൽ ദേശീയപാതയിൽ ഇടിച്ചിട്ട സംഭവം വധശ്രമ കേസിൽ കഴിഞ്ഞ ദിവസം നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇന്നലെ ആ പ്രതികളെ ശരത്തിനെയും വിവേകിനെയും തെളിവെടുപ്പിനായി ഈ ES ജംഗ്ഷനിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് റിമാൻഡിലേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഹനീഫയുടെ കേസ് സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2ാമത്തെ വധശ്രമ കേസ് ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ശരത്തിന്റെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ പോലീസ് പറയുന്നത് 7 ക്രിമിനൽ കേസുകൾ സമാനമായ രീതിയിൽ വീട് കയറിയുള്ള ആക്രമണം ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ശരത്ത് എന്നുള്ളതാണ്. ടോം നേരത്തെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇവർ ഒറ്റയ്ക്കാണോ എന്നുള്ളത്. ഒരു വലിയ സംഘം തന്നെ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. പൂച്ചക്കലും തണ്ണീർമുക്കവും മുഹമ്മയും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു സംഘം, ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ കൈകാര്യം ചെയ്താണ് ഇവർ ഈ വിഷയങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പോലീസ് വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കർശന നടപടിയെടുക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ താഴേക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് കൃത്യമായി ഇത് പരിശോധിക്കാനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും ഉള്ള ഒരു സ്ക്വാഡിനെയും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ ദിവസത്തിന്റെ ഇടവേളയിൽ തന്നെ ഇടിച്ചിട്ടവരെ പോലീസ് പിടിച്ചു. മാത്രമല്ല പുതിയ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അപകടങ്ങളിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ, മറ്റു പരാതിക്കാരുണ്ടോ എന്നതിനൊക്കെ സംബന്ധിച്ചും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇത് ഒരു സാധാരണ ആളുകൾ പ്രതികരിക്കാൻ പോകില്ല. കാരണം ഇവർ കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഏകദേശം 1 മിനിറ്റിന് മേളിൽ ഒരു 3 മിനിറ്റൊക്കെയാണ് ഇവർ ഈ സംഭവം പുറന്തള്ളാനായി നിൽക്കുന്നത്. മാത്രമല്ല ആ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവർ ആളുകളെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരി ആളുകളൊന്നും ഇത് പ്രതികരിക്കാൻ തയ്യാറായി. ഈ 2 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവാതെ ദൃശ്യം എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസിലെ ഈ സ്വന്തം വീടിന്റെ മുൻഭാഗത്തേക്കാണ് ഈ ഓപ്പോസിറ്റ് ആണ് റേഡിയോ നിലയം. അവിടെ നിന്ന് അതിന്റെ ഫ്രണ്ടിലാണ് ദേശീയപാതയുടെ ഉയർത്തി ഇത് അടിക്കുന്നത്.
അത് കണ്ടാണ് ഇവർ ഈ ദൃശ്യം എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഹനീഫയും ഇത് പ്രതികരിക്കാൻ ശ്രമിച്ച 3 പേരുടെയും അവസ്ഥ എന്താണ് എന്നുള്ളത് തീർച്ചയായും സർക്കാർ സംവിധാനങ്ങൾ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് കാര്യങ്ങൾ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം. കക്കൂസ് മാലിന്യം തള്ളുന്നത് ഒരു മാഫിയ സംഘത്തെക്കുറിച്ചും അവർ ഒരു ക്രിമിനൽ സ്വഭാവം, അതായത് ഒരു നാട്ടുകാരെ പോലും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ ഇതാണോ? ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു തൊഴിലാണോ? അതിനപ്പുറം മറ്റ് ക്രിമിനൽ പശ്ചാത്തലം, ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളുമായി, ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ഇതിനകത്ത് ടോമെ ഭൂരിഭാഗം ആളുകൾക്കും ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധമുണ്ട്. നമുക്കറിയാലോ ഇതൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരം ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോബി ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്ക് മാലിന്യം എത്തിച്ച് അവിടെ നിന്ന് ഇത്തരത്തിൽ ഇപ്പോൾ നീക്കം ചെയ്യാൻ കഴിയാത്തിടങ്ങളിലാണെങ്കിൽ അത്തരത്തിൽ മാലിന്യം സക്ക് ചെയ്തതിനു ശേഷം അത് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ എത്തിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കം വിവിധ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹൗസ് ബോട്ടുകളിൽ നിന്നൊക്കെ ഈ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുക. പക്ഷേ ഈ മാലിന്യം ശേഖരിച്ചിട്ടുള്ളത് കളർ കൊടുത്ത ഒരു സ്ഥാപനത്തിൽ നിന്നാണ് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ആ കളർ കൊടുത്ത സ്ഥാപനം ഈ മാലിന്യം നൽകിയത് അനധികൃതമായാണോ ഇത് കൊടുക്കാനായി ശ്രമിച്ചത് എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും. കാരണം അങ്ങനെയാണെങ്കിൽ ഈ അനധികൃതമായി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ അവർക്കും അവരുടേതായ പങ്കുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറിച്ച് ഇവർ അല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാണോ ഇത് സംഭരിച്ചെന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടാങ്കറിന് 10,000 രൂപ വരെ ഇവർ ഈടാക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്കർ എടുക്കുന്നു. ഇപ്പം കളറുകോട് ജംഗ്ഷനിൽ നിന്നും ഈ പാതിരപ്പള്ളി വരെ ഏകദേശം 5 കിലോമീറ്ററോളം വ്യത്യാസം ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് അവിടെ നിന്ന് എത്തി ഇവിടെ കൊണ്ടടിക്കുക, അതായത് ഇത്രയും ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി. ഇവർ അടുത്ത സ്ഥലത്ത് കൊണ്ട് അങ്ങ് അടിക്കുകയാണ്. അതിനുശേഷം ഇവർ പോകുന്നു. ഒരു ദിവസം 4-5 ഇത്തരത്തിലുള്ള കൊട്ടേഷൻസ് എടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ തന്നെ വരുമാനം മനസ്സിലാക്കും. ദൂരെ ഒന്നും സഞ്ചരിച്ചു കൊണ്ടുപോകുന്നില്ല, തൊട്ടടുത്ത പരിസരങ്ങളിൽ തന്നെയാണ് ഇതൊക്കെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വലിയ ശല്യമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ നിക്ഷേപം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ വളരെ 1000-2000 രൂപ ഡീസൽ ചെലവിൽ ഇവർക്ക് നല്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഹനീഫ സൂചിപ്പിച്ചതുപോലെ തന്നെ വില കൂടിയ മൊബൈൽ ഫോണുകളും മറ്റ് സംവിധാനങ്ങളും വാഹനങ്ങളും ഇരട്ടിയിലധികം വാഹനങ്ങളും ഒക്കെ ഉള്ള ആളുകളായി ഇവർ വളർന്ന് തഴച്ചു വളരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ സംവിധാനങ്ങൾക്ക് കൃത്യമായൊരു പിടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ദേശീയപാതയുമായി ബന്ധപ്പെട്ടും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി വേണം. ഈ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇതേ രീതിയിൽ ആളുകളുടെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് ഇവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. എറണാകുളം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടെയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്നും താഴേക്കിടുകയായിരുന്നു. യുവതിയെ ഈ മാസം 18 വരെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. യുവതിയുടെ മൊഴി സംബന്ധിച്ചും യുവതിയുടെ സുഹൃത്തിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾ ഡോക്ടറോട് അന്വേഷിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റൂ. അത് ആശുപത്രിയിലാവുമ്പോൾ എങ്ങനെയാണ് മൊഴിയെടുക്കാൻ പറ്റുന്നത്? അതാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഇന്നലെ 1-2 കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടിയിരുന്നു. അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ പുറത്തേക്ക് എറിഞ്ഞത്, അതോ റോഡിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്നലെ ഉയർന്നു വന്ന ഒരു സംശയം. രണ്ടാമത്തേത്, ഈ യുവതി
പീഡനത്തിന് ഇരയായ ഒരു അതിജീവിതയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഈ യുവതിയുടെ ആൺസുഹൃത്തിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ 2 കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് റോഡിലേക്ക് എറിഞ്ഞത്. അതോടൊപ്പം ഈ യുവാവിന്, ആൺസുഹൃത്തിന് ഇതിൽ ബന്ധമില്ല എന്ന കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ കുഞ്ഞിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡാനി? ടോം, ഈ കേസിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇവരെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. എറണാകുളം ACGM എക്കണോമിക് ഒഫൻസ് കോടതിയുടേതാണ് ഈ നടപടി. ഇവർ ആശുപത്രിയിലാണ്. ഇന്നലെ ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം രാത്രിയോടുകൂടി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തു. ഇതിൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ യുവതിയെ, ഈ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ യുവതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഈ മാസം 18 വരെയാണ് റിമാൻഡ് ചെയ്തത്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണിതിരുകയും രാവിലെ 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നുവെന്നും, പേടിയിൽ, അതായത് സംഭവം പുറത്തറിയുമോ എന്ന ഭയം കാരണം ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച്, യുവതിയുടെ മൊഴി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്, പരിശോധന നടത്തുകയാണ് പോലീസ്. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഈ പൂർണ്ണമായും ഈ യുവതിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കാരണം ഇന്നലെ യുവതി പറഞ്ഞത് ഇവരൊരു ബലാത്സംഗ കേസിലെ അതിജീവിതയാണ്, ഒരു തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള യുവാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ പോലീസ് ഒരു വ്യക്തമായ മറുപടി നൽകുന്നുണ്ടോ? ടോമി, കാര്യങ്ങളിലെല്ലാം പോലീസ് കാരണം കുറച്ചുകൂടി വ്യക്തത ഈ കേസിന് കൈവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി വിശകലനം പോലീസ് നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പോലും ഈ കുട്ടിയുടെ അടക്കമുള്ള റിപ്പോർട്ട്, പരിശോധന റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളൊരു അന്തിമമായ ഒരു രൂപമാകുകയുള്ളൂ. അതുമാത്രവുമല്ല, ഇന്നലെ പോലീസ് പറഞ്ഞിരുന്നു ഈ കുട്ടി ഈ താഴേക്കെറിയുമ്പോൾ അതിന് ജീവനുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിനുശേഷം കുട്ടി ചാപിള്ളയാണോ എന്നതടക്കം അത്തരം കാര്യങ്ങളടക്കം പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ആധികാരികതയോടെ. അതിലെല്ലാം ഈ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പെൺകുട്ടിയുടെ തുടക്കത്തിലുള്ള പരിഭ്രാന്തി കലർന്ന മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ വന്നിരുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നത് പുറത്തേക്ക് കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് മുൻപായിട്ട് അവർക്ക് ഉറപ്പ് വരുത്തുന്നത് ജീവനില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോലീസിന് ശാസ്ത്രീയമായിട്ട് തന്നെ അതിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് ആ രീതിയിൽ തെളിയിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പെൺകുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, ഒരു സുഹൃത്തിൽ നിന്നാണ് ഇത് ഈ ഗർഭം ധരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവരെ നിർബന്ധിതമായി ലൈംഗിക ബന്ധത്തിന് അവരെ വിധേയരാക്കുകയായിരുന്നു എന്നതടക്കമാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞത് ഇവർ ഒരു അതിജീവിതയാണ്, ഇരയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണോ ഇവർ പറഞ്ഞതനുസരിച്ച് ഇത് ഈ രീതിയിൽ തന്നെയുള്ളതാണ്, ഇവരെ മൊഴി മുഴുവനായി വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നത് അടക്കമുള്ള കാര്യത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർ പറയുന്ന സുഹൃത്തിൽ നിന്ന് പ്രാഥമികമായി പോലീസ് ചില വിവരാന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അടക്കമുള്ള ഒരു കാര്യത്തിലും തനിക്ക് പങ്കില്ല എന്നൊരു നിലപാടിലാണ് പ്രാഥമികമായി ഇയാളിൽ നിന്ന് പോലീസ് വിവരം ലഭിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ ആധികാരികത വരുത്തേണ്ടതുണ്ട്. അത് ഈ യുവതി ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കും. അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കലും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതിന് ഡോക്ടറുടെ അടക്കം സർട്ടിഫിക്കറ്റ്, റിപ്പോർട്ട് ആവശ്യമുണ്ട്. ഇവർ ആരോഗ്യം വീണ്ടെടുത്തതും അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഇൻട്രോഗേഷന് അടക്കം അവർക്ക് വിധേയരാകാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. എന്തായാലും ഈ 18 വരെയാണ് ഇവരെ കസ്റ്റഡിയിലേക്ക് നൽകിയിട്ടുള്ളത്.
അതിനു മുൻപായിട്ട് ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങുകയാണെങ്കിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുകയും അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസത്തിൽ കൂടുതലായി ഒന്നും തന്നെ പറയുവാനില്ല. ഈ ചില കാര്യങ്ങൾ കുറച്ചുകൂടി അന്വേഷണം നടത്താനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിൽ ഉടനടി പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുമോ ഡാനി? കാരണം ഒരു പ്രസവം ഇന്നലെയാണ് ഈ യുവതി പ്രസവിച്ചത്. അവരുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരണം. അതിനുശേഷം മാത്രമായിരിക്കുമോ പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയുള്ളൂ? അതോ പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിലവർ റിമാൻഡിലാണ്, അതുകൊണ്ട് ഇതിൽ തെളിവ് നശിപ്പിക്കലോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ശേഖരണം, അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് സ്വാഭാവികമായും കടന്നു കാണില്ലേ? ടോം, ഇക്കാര്യത്തിൽ പോലീസിന് വലിയ രീതിയിലൊന്നും ആശയക്കുഴപ്പങ്ങളില്ല. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാണ് ഇന്നലത്തോടുകൂടി. അങ്ങനെ വലിയ രീതിയിലൊരു ആസൂത്രിത ഗൂഢാലോചന അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. കാരണം സംഭവിച്ചത് എന്ത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ ബോധ്യമാവുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നത് മാത്രമാണ് ഇനി പരിശോധിക്കേണ്ടതുള്ളത്. കാരണം കുടുംബത്തിന് ഇത് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അത് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഒരു സുഹൃത്തിൻ്റെ മേൽ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കുറെ കൂടി സ്ഥിരീകരണം, അല്ലെങ്കിൽ അത് ഈ യുവതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കമ്മീഷണർ പറഞ്ഞത് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് സംബന്ധിച്ച ആരോഗ്യസ്ഥിതി സംബന്ധിയായ കാര്യങ്ങൾ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. ഈ ഇരിക്കുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാലാവധിയിൽ അതിനുള്ളിൽ അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിക്ക് മുന്നിലേക്ക് എത്തും. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയുടെ മൊഴി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണ്, അതിനുശേഷം റോഡിലേക്ക് എറിഞ്ഞു കളയുകയായിരുന്നുവെന്നാണ് യുവതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഈ യുവതിയെ ഈ മാസം 18 വരെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്താൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർ ഗർഭിണിയായത്, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ സഹോദരൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു പയ്യനാണ്. അപ്പം അവനും കണ്ടതാണ്. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും. പക്ഷേ എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് വിവാദത്തിലായ KSRTC ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയുടെ വെളിപ്പെടുത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്നാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. നടിയുടെ പരാതി ശരിവെക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. പരാതിക്കിടയായ ദിവസം വഴിക്കടവ് തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന RPE 492 നമ്പർ ബസ് ഓടിച്ചത് യദു വന്നത് സ്ഥിരീകരിച്ചു. ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് യദു. ഇല്ല, അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസെടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പൊ ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏത് പുറത്തിറങ്ങിയെന്നും പറയേണ്ട കാര്യം.
പക്ഷേ യദുവിൻ്റെതായ ചില സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഇതിൽ ചേർക്കുകയാണ്. കാരണം നടി പറയാത്ത കാര്യങ്ങൾ കൂടി പറയുകയാണ്. അവിടെ പോലീസ് വരികയോ അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ആ നിലയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല. തൽക്കാലം ആ പ്രശ്നം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് വിടുകയായിരുന്നു. പക്ഷേ യദുവാകട്ടെ തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് കരുതാം. ആ നിലയ്ക്ക് ഇല്ലാത്ത ചില വസ്തുതകൾ കൂടി ഇതിന്റെ പേരിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റൊന്ന്, തനിക്ക് ഓർമ്മയില്ല എന്നാണ് യദു പറയുന്നത്. എന്നാൽ അന്നേ ദിവസം ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ഇതിനകം തന്നെ KSRTC ആഭ്യന്തര അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട്. ജൂൺ 19 വഴിക്കടവിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു കാർ യാത്രികയുമായി തർക്കമുണ്ടായി എന്ന കാര്യത്തിൽ അങ്ങനെ മൊഴി നൽകി എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് പുറത്തുവരേണ്ടതുണ്ട്. പ്രാഥമിക റിപ്പോർട്ടായി എന്ന വിവരം നമുക്ക് KSRTCയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യദു പറയുന്ന പല കാര്യങ്ങളും ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് യദു പറയുന്ന കാര്യം, അതായത് മേയറുമായുള്ള തർക്കമുണ്ടാകുന്നു, അന്ന് താൻ കസ്റ്റഡിയിലാണ്, പിറ്റേ ദിവസം KSRTC ഡിപ്പോയിലേക്ക് തമ്പാനൂരിലേക്ക് പോകുന്നു, അവിടെ ബസ്സിനടുത്തേക്ക് പോയിട്ടില്ല എന്നായിരുന്നു ആദ്യം യദു പറഞ്ഞത്. എന്നാൽ ഇന്ന് CCTV ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ യദുവിനെ കാണിച്ചു. യദു ആ ബസ്സിനടുത്തേക്ക് പോകുന്ന, രാത്രി സമയത്ത് അവിടേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം യദു പറഞ്ഞത് താൻ അവിടേക്ക് പോയി, ബസ്സിന്റെ ഡോർ വരെ പോയി എന്ന കാര്യം പറയുന്നു. അതുവരെ അങ്ങനെ ബസ്സിനടുത്തേക്ക് പോയിട്ടില്ല എന്ന കാര്യമാണ് യദു പറയുന്നത്. ഈ നടിയുടെ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് ജൂൺ 19 RPE 492 എന്ന ബസ്, ആ ബസ് ഓടിച്ചിരുന്നത് യദുവാണെന്ന് KSRTCയുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. വഴിക്കടവ് വരെ ഉള്ള സർവീസാണ്, അതായത് തൃശൂർ വരെയല്ല, വഴിക്കടവ് വരെ സർവീസ് നടന്ന ഒരു സംഭവമാണ്. അതിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഈ നിലയ്ക്ക് പല കാര്യങ്ങളിലും ഇങ്ങനെ വ്യത്യസ്തമായ അല്ലെങ്കിൽ മൊഴികൾ മാറ്റുകയോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറയുകയോ ചെയ്യുന്ന സംഭവമുണ്ട്. റാഷ് ഡ്രൈവിംഗ് നേരത്തെ തന്നെ യദു നടത്തി എന്നത് വ്യക്തമാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തുവരുന്നത്. ഈ കണ്ടക്ടർ, ഈ ബസ്സിലെ കണ്ടക്ടറാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, കന്റോൺമെന്റ് പോലീസിൽ യദു നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് യദു ഇന്ന് സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിച്ചത്. മജിസ്ട്രേറ്റ് കോടതി 3 ഈ ഹർജി നൽകിയത്. ഇതിൽ ഔദ്യോഗിക കൃത്യ നിർവഹണം വിനോദ് അറിയേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ ഈ മേയറുമായിട്ടുള്ള വിവാദം ഉണ്ടായതിനെ തുടർന്ന് യദു ഒരു ഇരവാദം ഉന്നയിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണോ? ഈ നടി റോഷ്നിയുടെ പരാതി, ഈ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുമോ? മാത്രമല്ല, ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി, ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ KSRTCയുടെ ഭാഗത്തുനിന്ന് ഇയാൾക്കെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ടോ? അതോ ഈ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കുമോ അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ? ടോം, ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് യദു കൃത്യമായ മറുപടി നൽകിയില്ല. ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഓർമ്മയില്ല, അറിയില്ല, ഡിപ്പോയിൽ പോയി പരിശോധിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് യദു പറയുന്നത്. അതായത് യദുവിന് എതിരെ നേരത്തെ തന്നെ നിരവധി പരാതികൾ, യദുവിന്റെ നാട്ടിൽ തന്നെ ഈ സ്ത്രീകളുടെ പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നതായും പിന്നീട് അതൊക്കെ ഒത്തുതീർപ്പായതായുമുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഇയാളുടെ സ്വഭാവം സംബന്ധിച്ച് വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ തന്നെ യദു പറയുന്നത് എന്തുകൊണ്ട് ഇന്നലെ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2 ദിവസം മുൻപ് തന്നെ അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റായി ഈ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ കുറിപ്പും ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഇത് വാർത്തയാകുന്നത്. പിന്നെയും 1-2 ദിവസം കഴിഞ്ഞാണ് വാർത്തയാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾ ശരിയായി നിൽക്കുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം ജൂൺ 29 സംഭവം, ആ സംഭവം ഒരു ചലച്ചിത്ര താരം കളവായി എഴുതിയിടേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവരെ സ്വാധീനിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും നമ്മൾക്ക് യുക്തിസഹമായി പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവർ തുറന്നു പറയുന്നു. യദുവാണ് അന്നത്തെ ഡ്രൈവർ എന്ന് അവർ ഓർത്തു പറയുന്നു. മാത്രവുമല്ല, അങ്ങനെ ഒരു സർവീസ് നടത്തിയതായി തനിക്ക് ഓർമ്മയില്ലെന്ന് യദു പറയുമ്പോൾ KSRTCയുടെ ഷെഡ്യൂളാണ് പുറത്തു വരുന്നത്, ട്രിപ്പ് ഷീറ്റാണ് പുറത്തു വരുന്നത്. അതിൽ അങ്ങനെ ഒരു സർവീസ് നടന്നിട്ടുണ്ട്. ആ ഡ്രൈവർ യദു തന്നെയാണ് എന്ന് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അന്ന് സർവീസ് നടത്തിയത് യദുവാണ്. അവർ പറയുന്ന മാതിരിയാണെങ്കിൽ അവരുടെ വാഹനത്തിന് വിവരങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ പുറത്തു വരുന്നത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയർ ആര്യ രാജേന്ദ്രനുമായി നടറോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തില് യദു കോടതിയിൽ കൂടി ഹർജി നൽകിയിട്ടുണ്ടല്ലോ. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കോടതി മേൽനോട്ടത്തിലും അതല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹർജിയിൽ
യദു ആവശ്യപ്പെടുന്ന കാര്യം? വിനോദ്. ടോം, ഇത് രണ്ട് ഭാഗമായി തന്നെ കാണണം. ഈ വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മേയർ, അതോടൊപ്പം തന്നെ മേയറുടെ ഭർത്താവ് MLA സച്ചിൻ ദേവ്, ഇങ്ങനെ രണ്ട് ജനപ്രതിനിധികൾ ഒരുപക്ഷെ അവർക്ക് ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ കൃത്യമായി ഈ നമ്പർ നോട്ട് ചെയ്യുകയും അവർക്ക് ഉന്നത അധികാരികളെ ഇത് സംബന്ധിച്ച് പരാതി നൽകാമായിരുന്നു. പക്ഷേ ബസ് തടഞ്ഞത് ശരിയായോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെ മേയർ നൽകുന്നൊരു മറുപടി വൈകാരികമാണ്. കാരണം സ്ത്രീകൾ ഉൾപ്പെടെ സഞ്ചരിച്ചൊരു വാഹനമാണ്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ മേയറുടെയോ MLAയുടെയോ ഔദ്യോഗിക വാഹനത്തിലല്ല അവർ പോയിരുന്നത്, മറിച്ച് സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള മോശം ഡ്രൈവിംഗ്, വണ്ടി അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിൽ ഡ്രൈവിംഗ് നടത്തുകയും പിന്നീട് മോശമായ രീതിയിൽ അശ്ലീല പദപ്രയോഗങ്ങളോ അതോടൊപ്പം തന്നെ ഈ അംഗവിക്ഷേപവും ഒക്കെ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് വൈകാരികമായ ഒരു ഇടപെടലായിരുന്നു. സാധാരണ നിലയിൽ ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെ പെരുമാറും, ആ നിലയ്ക്ക് ആ വണ്ടി നിർത്തിയപ്പോൾ അതിന് മുന്നിൽ വാഹനം നിർത്തുകയും ആ ഡ്രൈവറോട് അതേക്കുറിച്ച് ചോദിക്കുകയുമാണ് ചെയ്തത് എന്ന ഒരു സാധാരണ നിലയിലുള്ളൊരു വിശദീകരണം. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ആ തരത്തിൽ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന മറു ചോദ്യം അവശേഷിക്കുന്നു. ഏതായിരുന്നാലും ആ നടപടി വലിയ തോതിൽ വിവാദമാകുമ്പോഴും ഈ ഡ്രൈവറെ സംബന്ധിച്ച് പൂർണ്ണമായും ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇങ്ങനെ റാഷ് ഡ്രൈവിംഗ്, വളരെ മോശമായി ഇടപെടുന്ന സ്വഭാവം, ഇതെല്ലാം തന്നെ ഉണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ, അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ, അത് സാധൂകരിക്കുന്ന മൊഴികൾ, ഇതെല്ലാം പുറത്തു വരുന്നു. യദു ഇന്ന് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതിക്രമിച്ച് വാഹനത്തിൽ കയറി, വാഹനത്തിന് കുറുകെ മാർഗതടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നത്തെ ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജി കോടതിയുടെ മുമ്പിലെത്തുമ്പോഴും ഈ ഡ്രൈവറുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത്ര സുഖകരമായ കാര്യമല്ല എന്ന ചില തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇനി കോടതിയിൽ തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് യദുവിനെതിരെയാണ് കൂടുതൽ തെളിവുകൾ വരുന്നത്. യദു പറയുന്നതിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. താൻ ഇപ്പോൾ മേയറുമായുള്ള സംഭവത്തിന് ശേഷം പിന്നീട് KSRTC ഡിപ്പോയിലേക്ക് പോവുകയും അവിടെ ബസ്സിനടുത്തേക്ക് പോയില്ലെന്ന് ആദ്യം പറയുകയും പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബസ്സിന്റെ ഡോറിനടുത്ത് യദു നിൽക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ആരോപണം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ കണ്ടക്ടർ, ഇപ്പോഴത്തെ ഈ സംഭവത്തിലെ കണ്ടക്ടർ ഒരുപക്ഷെ മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. പക്ഷേ ആരെയും കുറ്റം പറയുന്നില്ല, തനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ആരെയും പേരെടുത്ത് പറയുന്നില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് ഒഴിയുകയും ചെയ്യുന്നു. ഇന്നത്തെ കോടതി നടപടിക്ക് ശേഷം പുറത്തു വന്ന ശേഷം യദു കൃത്യമായ മറുപടികൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നതാണ് വ്യക്തമായ കാര്യം. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അറിയില്ലെന്ന് പറയുകയോ മറന്നുപോയി എന്ന് പറയുകയോ ചെയ്യുന്നതല്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. മാത്രമല്ല ഡ്രൈവർ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയല്ല ഇന്ന് പ്രതികരിച്ചത്. വലിയ പ്രതിരോധത്തിലാണ് യദു ഇന്ന് സംസാരിക്കേണ്ടി വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മേയറും യദുവും തമ്മിൽ സംഭവിച്ചത്, ആ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ചില വ്യക്തതക്കുറവുണ്ട്. ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ അതല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് അന്വേഷിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതാണ്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നേറെ നടുക്കുന്ന ഒരു വാർത്തയാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഈസ്റ്റ് വാഴപ്പള്ളി സ്വദേശിനി കത്തർകുട്ടിയാണ് ഭർത്താവ് ജോസഫ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ രാത്രി 11:30 നാടിന് നടുക്കിയ കൊലപാതകമുണ്ടായത്. വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്ന ഖത്തർകുട്ടി മകനും മകൾക്കുമൊപ്പമായിരുന്നു താമസം. സംഭവ സമയം വീടിന് പുറത്തായിരുന്ന ഇവർ നിലവിളികിട്ട് മുറിയിലെത്തിയപ്പോൾ ഖത്തർകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നവമി ദിനേശ് ചേർന്നു വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ രാത്രിയിലാണ് ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. കിടപ്പ് രോഗി, വർഷങ്ങളായി കിടപ്പ് രോഗിയായിരുന്നു ഖത്തർകുട്ടി. ഈ ഭാര്യ വയോധിക എന്ന കൃത്യമായ വിവരങ്ങൾ വന്നു. എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ടോം, ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന ക്രൈം വാർത്തകളിലെല്ലാം നമ്മൾ അതിന്റെ സത്യാവസ്ഥ തേടി പോകുമ്പോഴെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ്. മൂവാറ്റുപുഴയിൽ ഇന്നലെ രാത്രി 11:30 കത്രിക്കുട്ടിയെ ഭർത്താവ് ജോസഫ് കഴുത്തെറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. എന്നിട്ട് ജോസഫ് തന്നെയാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കത്രിക്കുട്ടിയുടെ കഴുത്ത് അറുത്ത നിലയിൽ മരിച്ച രീതിയിലായിരുന്നു കാണപ്പെട്ടത്. ഇത് പോലീസ് പറയുന്നത്, ജോസഫ് പോലീസിനോട് കുറ്റം സമ്മതിച്ചു, ഇത് താനാണ് ചെയ്തതെന്ന്. ഇതിന്റെ കാരണം തിരക്കിയപ്പോൾ വർഷങ്ങളായി കത്രിക്കുട്ടി കിടപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് കത്രിക്കുട്ടിയുടെ ഈ ഒരു അവസ്ഥ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നുള്ളൊരു കാര്യമാണ് ജോസഫ് പറയുന്നത്. പക്ഷെ വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. കത്രിക്കുട്ടിയ ഈ മകനും മരുമകളും ഒപ്പമാണ് താമസിക്കുന്നത്. അവർ പുറത്തുപോയ സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. 5 മക്കളാണുള്ളത്.
ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ മറ്റ് വീടുകളിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി 86 വയസ്സുണ്ട് കത്രിക്കുട്ടിക്ക്. ജോസഫിന് 88 വയസ്സും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായതേ ഉള്ളൂ, ഇതൊരു 5-6 മാസമായതേ ഉള്ളൂ ഇങ്ങനെ തീർത്തും കിടപ്പ് രോഗിയായി കത്രിക്കുട്ടി മാറിയത്. അതിനു മുൻപ് ചില പ്രായം ആയതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്കൊന്ന് വീണതിന് ശേഷമാണ് ഇത്തരത്തിൽ കട്ടിലിൽ കിടപ്പ് രോഗിയായി പോയത്. ജോസഫ് തന്നെയായിരുന്നു കത്രിക്കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതും. അവരെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങളൊന്നും ഇവർക്കിടയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് മക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജോസഫ് പറയുന്നത് കത്രിക്കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ജോസഫ് തന്നെയാണ് ഈ വിവരം പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മൂവാറ്റുപുഴയിലാണ് കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്ന ദാരുണമായ സംഭവം വാർത്ത പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് പന്തീരാങ്കാവിൽ KSEB ഓഫീസിന് നേരെ ആക്രമണം. വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം രാത്രി 11 മണിയോടെ, വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ നല്ലം ബസാർ എന്ന് പറയുന്ന ഫീഡർ, നമ്മുടെ സെക്ഷൻ്റെ മെയിനായിട്ട് വരുന്ന ഫീഡറാണ്. അത് ഏകദേശം 11 മണിയോടുകൂടി ട്രിപ്പ് ആവുകയും ഓൾ ലോഡിൽ ട്രിപ്പ് ആവുകയാണ് ഉണ്ടായത്. 11:30 കുറേ ലോഡ് കട്ട് ചെയ്ത് അത്താണി RMU എന്ന് പറയുന്ന RMU ഓഫ് ചെയ്ത് ഏകദേശം 8 ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തതിന് ശേഷം ഫീഡർ ചാർജ് ചെയ്യാണ് ഉണ്ടായത്. ഫീഡർ ചാർജ് ചെയ്തതിന് ശേഷം അത്താണി RMU ചാർജ് ചെയ്യാനായിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ ലോഡ് കുറഞ്ഞാൽ മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലോഡ് ഏകദേശം 12:45 കുറഞ്ഞതോടുകൂടി നമ്മൾ സപ്ലൈ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു 12:30 മണിയോടെ കുറേ സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഓഫീസിലെത്തുകയും ഈ ബോർഡിന് നേരെ, നമ്മുടെ ഓഫീസിൻ്റെ ബോർഡിന് നേരെ കല്ലെറിയുകയും നമ്മുടെ സൈഡിൽ കാണുന്ന ബോർഡ് വലിച്ചു കീറുകയും നമ്മുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് മുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫോൺ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഫീൽഡിൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ലൈൻ പുനഃസ്ഥാപിക്കുന്ന വർക്കിലായിരുന്നു. അപ്പോൾ ഫോൺ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഗില്ല് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിനെ അസഭ്യം പറയുകയും ഈ പറയുന്ന ഗില്ല് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ പെട്ടെന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ കാര്യത്തിൽ നമ്മൾ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനീഷ്, നമുക്കറിയാം കടുത്ത ചൂടാണ്. രാത്രിയിൽ വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം പോലും വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ ഈ വൈദ്യുതി മുടങ്ങിയതിനാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ? എത്ര വീഴ്ച ഉണ്ടായാലും ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ, അതല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണം നടത്താൻ ആരാണ് ഈ അക്രമികൾക്ക് അധികാരം നൽകിയതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പന്തീരാങ്കാവിലെ KSEB ഓഫീസിൽ കഴിഞ്ഞ രാത്രി സംഭവിച്ചത്? ടോമ, സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വൈദ്യുതി തടസ്സം നേരിട്ടതെന്നാണ് നമുക്ക് KSEB-യിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ കടുത്ത പ്രതിസന്ധി സംസ്ഥാനം അനുഭവിക്കുന്നു. കാരണം വലിയ ചൂട് കാലമാണ്. അതുകൊണ്ട് ഫാനും AC-യും അടക്കമുള്ള വീട്ടിലെ ഒരുമാതിരിപ്പെട്ട ഉപകരണങ്ങളെല്ലാം ആളുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം രാത്രിയിലെ മറ്റും AC ഉപയോഗം കാലത്തെ ഭേദിച്ച് ഏതാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഈ പന്തീരാങ്കാവ് സെക്ഷന് കീഴിൽ 2 ഇടങ്ങളിലായാണ് ഈ വൈദ്യുതി മുടക്കം. അത്താണി ഒപ്പം മണക്കടവ് എന്നീ 2 ഭാഗങ്ങളിലായാണ് വൈദ്യുതി മുടക്കം ഉണ്ടായത്. ഏതാണ്ട് 11 മണിയോടുകൂടി പോയ കറണ്ട് 12:45 ആയപ്പോഴാണ് എത്തിയത്. ഇതാണ് ആളുകളെ പ്രകോപിതരാക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപേക്ഷിച്ച് ലോഡ് ഏറെ കൂടുതലായിരുന്നു ഈ സമയങ്ങളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൂർണ്ണമായും ആളുകൾ ഒരുപക്ഷെ AC മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാവാം ഈ ട്രാൻസ്ഫോമറിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ലോഡ് എത്തുകയും ട്രാൻസ്ഫോമർ തന്നെ അത് ട്രിപ്പായി പോകുന്ന സംവിധാനമാണ്. അതങ്ങനെ ആവുകയും ചെയ്തു. മറ്റു ജോലിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇത്തരം ലൈനിലെ കാര്യങ്ങൾ നോക്കാനായി പോവുകയും ഓഫീസിൽ ഒരാൾ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുകയും ചെയ്ത്. ഈ സമയത്താണ് ഒരുപറ്റം ആളുകൾ ഓഫീസിലേക്ക് വരികയും വലിയ അസഭ്യവർഷം നടത്തുകയും ചെയ്ത് ഓഫീസിന്റെ ബോർഡിന് നേരെ കല്ലെറിഞ്ഞു. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തായാലും ഗ്രില്ല് അടച്ചതുകൊണ്ട് അകത്തേക്ക് അവർക്ക് പ്രവേശിക്കാനോ ഇദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാനോ കഴിഞ്ഞില്ല. പക്ഷേ ഇവർ പുറത്തുനിന്ന് കല്ലേറ് നടത്തുകയുണ്ടായി എന്ന് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷം പിറ്റേ ദിവസം രാവിലെ
പോലീസിൽ പരാതി കൊടുക്കുകയുമായിരുന്നു. 12:45 കറണ്ട് വരികയും ചെയ്തു. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് മേഖല തിരിച്ച് ഈ പവർ കട്ട് ഉണ്ട് എന്ന് KCB അറിയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം പ്രഖ്യാപിതമല്ലാത്ത യാതൊരു തരത്തിലുള്ള കറണ്ട് കട്ടും ഒരിടങ്ങളിലും. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അനീഷ്? പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ പ്രതികളെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ നൽകുകയാണ്. ഈ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുക്കുകയും മറ്റും സമീപത്തെ CCTV മറ്റുമൊക്കെ പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണവും ഒപ്പം പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം ഗൗരവമുള്ള രീതിയിൽ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സമാനമായ പ്രതിസന്ധി സാങ്കേതിക തകരാറുകൾ മൂലം അല്ലെങ്കിൽ പവർ കട്ട് മൂലവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ KCB ഓഫീസുകൾ കയ്യേറുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഓഫീസിന് നേരെ കല്ലേറുകൾ നടത്തുക എന്നതല്ല അതിനൊരു പോംവഴി. രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക തലത്തിലാണ് ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം വരേണ്ടി വരുന്നത്. അതിന് സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുക എന്നത് യാതൊരു തരത്തിലും ഒരു പോംവഴിയല്ല എന്ന് ജനങ്ങൾ കൂടി മനസ്സിലാക്കുകയും വേണം. എന്തായാലും കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവും. പ്രതികളെ ഉടൻ തിരിച്ചറിയും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്തിന് പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കടുത്ത ചൂടാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ സ്വാഭാവികമായും രാത്രിയിൽ വീടുകളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ KCB ഓഫീസിൽ നേരെയോ ജീവനക്കാർക്ക് നേരെയോ ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായും പിടിവീടും. അത് നിയമവിരുദ്ധമാണ്. പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് ജനങ്ങൾ ഓർക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സാമ്യതകൾ കള്ളക്കട